ഹലോ വീട്ടമ്മാസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തലക്കറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി, വലിയ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു വലിയ ടീസ്പൂൺ സാദാ മുളക് പൊടി. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെക്കാം. ഇതിങ്ങനെ മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 5-10 കുരുമുളകും കൂടി. ഉലുവ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇടുന്നു. കുറച്ച് ഇഞ്ചി പൊടിപ്പൊടിയായി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക് ചെറുതായി, എല്ലാം ഒന്ന് വാട്ടിയെടുക്കും. ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതും, കുറച്ച് അധികം ചെറിയ ഉള്ളി, ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ മൂത്ത് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ടിട്ട് നല്ലപോലെ മൂത്ത് വരുന്ന വരെ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ വാടി വെക്കുക. ഇപ്പൊ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ, നേരത്തെ വെള്ളം ഒഴിച്ച് കുതിർത്തിട്ട പൊടികൾ ഇട്ട് കൊടുക്കും. വെള്ളം ഒഴിച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടെ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ടു നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ഫിഷ് മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇളക്കി ഉപ്പൊക്കെ നമ്മ പാകത്തിനാണെന്ന് നോക്കിയിട്ട് നല്ലപോലെ തിളക്കാൻ മതി. തിളച്ച് വരട്ടെ. മൂടി വെച്ച് തിളപ്പിക്കാം.
ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കറി ചാറൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോ മീനിടാം. ഇപ്പൊ നല്ലപോലെ തിളച്ച് ഇനി ഇതിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ചെമ്പല്ലി മീനാണിത്. ഇതിന്റെ തലയാണ് നമ്മളിപ്പോ കറി വെക്കണം. മീനെല്ലാം ഇങ്ങനെ ഇട്ടു. നല്ലപോലെ ഇളക്കി ചാറൊക്കെ ഇതിന്റെ മുകളിലേക്കായി മീൻ നല്ലപോലെ ഇതിലേക്ക് മുങ്ങി കിടക്കാം. ഇതിന്റെ മുകളിലേക്ക് 2 തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് ഇങ്ങനെ ഇട്ടു. ഈ മീൻ നല്ലപോലെ വെന്ത് ചാറൊക്കെ നല്ലപോലെ വറ്റിട്ട് ഇതുവരെ വെയിറ്റ് ചെയ്യാം. കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ നമ്മ ഉപ്പും പുളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് നോക്കിയിട്ട് തീ നല്ലപോലെ കുറച്ച് നേരിയ തേയില ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ നേരിയ തീയിൽ കിടന്നിട്ടാണ് ഇത് വറ്റി ചാറൊന്ന് കുറുകാനായിട്ട് കടച്ചു വെച്ചിട്ട് നേരിയ തീയിൽ ഇട്ട് കൊടുത്താൽ കറിയൊക്കെ ഇപ്പൊ നല്ലപോലെ തിളച്ച് കുറുകിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്.